ട്രേഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനർ ട്രേഡേഴ്സിന് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഡൗട്ടാണ് ഇൻട്രാഡേ ട്രേഡിംഗ് ചൂസ് ചെയ്യണമോ അതോ സ്വിംഗ് ട്രേഡിംഗ് ചൂസ് ചെയ്യണമോ എന്നത്. ശരിക്കും പറഞ്ഞാൽ ആര് ഇൻട്രാഡേ ട്രേഡിംഗ് ചൂസ് ചെയ്യണം, ആര് സ്വിംഗ് ട്രേഡിംഗ് ചൂസ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ ട്രേഡിങ്ങിനെ പ്രൊഫഷണലി, അതായത് അത്രയധികം ഹാർഡ് വർക്ക് ഇട്ടും അതുപോലെ തന്നെ എഫേർട്ട് ഇട്ടുകൊണ്ട് ഈ ഒരു ട്രേഡിങ്ങിനെ പഠിച്ചെടുക്കണം, ഇതിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഇതിലൊരു കരിയർ ബിൽഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ചൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം ഇൻട്രാഡേ ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആകുക അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം പ്രാക്ടിക്കലി ഒരുപാട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്, ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ പല ടൈപ്പ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അപ് ട്രെൻഡ് മാർക്കറ്റ് ഉണ്ട്, ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ഉണ്ട്, അതുകൂടാതെ സൈഡ് വേസ് മാർക്കറ്റും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ മാർക്കറ്റ് കണ്ടീഷനിലും നമുക്ക് പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഡിഫിക്കൽട്ട് ഏറിയ ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ഇൻട്രാഡേ ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആകാനായിട്ട് നമ്മൾ പിന്നോട്ട് വലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതാണ് നമ്മുടെ ട്രേഡിംഗ് സൈക്കോളജി. കാരണം ഇൻട്രാഡേ ട്രേഡിംഗ് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ഇമോഷണലി ഡിസിഷൻ എടുക്കാനായിട്ടുള്ള സാധ്യതയൊക്കെ വളരെയധികം കൂടുതലാണ്. ഇങ്ങനെ ഇമോഷണൽ ഡിസിഷനിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് വളരെയധികം കൂടുതൽ ടൈം പീരീഡ് വേണ്ടി വരും. കാരണം കൃത്യമായിട്ട് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ മാനേജ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തിയാൽ മാത്രമേ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഒരുപാട് എഫേർട്ടും ഒരുപാട് ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ ചിലർ അപ്രോച്ച് ചെയ്യുന്നത് ആ ഒരു രീതിയിലല്ല. കാരണം ജോലിയോടൊപ്പം അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വെറുതെ മേളിലേക്കോ താഴേക്കോ ഒരു ബൈ ഓർ സെൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നായിട്ടാണ് പലരും ഇൻട്രാഡേ ട്രേഡിങ്ങിനെ കണക്കാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം, ഒരുപാട് എഫേർട്ട് ഇട്ടുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചാർട്ട് വാച്ച് ചെയ്ത് കൃത്യമായിട്ട് ഉള്ള ടൈമിൽ മാത്രം ഓർഡർ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് കഴിയുള്ളൂ. സോ ഇത് ആദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാണ്ട് ഒരു ജോലിയോടൊപ്പം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ട്രേഡിംഗ് സ്റ്റൈലേ അല്ല ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കോളേജ് സ്റ്റുഡൻ്റ് ആണെന്ന് കരുതുക, പഠനത്തോടൊപ്പം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ട്രേഡിംഗ് സ്റ്റൈലേ അല്ല ഇൻട്രാഡേ ട്രേഡിംഗ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരുപാട് ഹാർഡ് വർക്ക് ഇതിൻ്റെ പിന്നിൽ ഇടേണ്ടി വരും. അല്ലെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ചൊരിക്കലും നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക, അതിൽ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് 6-7 അല്ലെങ്കിൽ ഒരു വർഷത്തോളം നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ആരാണ് ഇൻട്രാഡേ ട്രേഡിംഗ് ചൂസ് ചെയ്യേണ്ടതെന്ന്. ഇതൊരു കരിയറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. വളരെയധികം സീരിയസ് ആയിട്ട് പ്രൊഫഷണലി നിങ്ങൾ ട്രേഡിങ്ങിന് അപ്രോച്ച് ചെയ്യുന്നെങ്കിൽ മാത്രം ഇൻട്രാഡേ ട്രേഡിംഗ് ചൂസ് ചെയ്യുക. അല്ലാണ്ട് ഡെയിലി ലാഭം ഉണ്ടാക്കാം എന്നൊരൊറ്റ ചിന്ത കൊണ്ട് മാത്രം നിങ്ങൾ ഒരിക്കലും ഇൻട്രാഡേ ട്രേഡിംഗ് ചൂസ് ചെയ്യരുത്. ഇനി ആരാണ് സ്വിംഗ് ട്രേഡിംഗ് ചൂസ് ചെയ്യേണ്ടത്? അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, ജോലിയോടൊപ്പമോ അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തോടൊപ്പമോ ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നല്ല ഇൻട്രാഡേ ട്രേഡിംഗ്. പക്ഷേ അങ്ങനെയുള്ളവർക്കും ഒരു ട്രേഡിംഗ് സ്റ്റൈലുണ്ട്. അതിനെയാണ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ ഒരു സ്വിംഗ് ട്രേഡിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇമോഷണൽ ഡിസിഷൻ മേക്കിംഗ് കുറവാണ്. നമ്മൾ ഇൻട്രാഡേ പറഞ്ഞതുപോലെ തന്നെ നിമിഷ നേരം കൊണ്ടാണ് ഇപ്പോൾ പ്രോഫിറ്റ് കിട്ടുന്നു, നഷ്ടത്തിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ പേടി, അതുപോലെ തന്നെ അത്യാഗ്രഹം, അതായത് ഗ്രീഡും ഫിയറും ഒക്കെ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു പരിധിവരെ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിൽ ഇമോഷൻസ് കുറവാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ബിഗിനർ ട്രേഡേഴ്സ് കൂടുതലും പെട്ടെന്ന് സ്വിംഗ് ട്രേഡിങ്ങിൽ വിജയിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു ജോലിയുണ്ട്, അല്ലെങ്കിൽ പഠനത്തോടൊപ്പം രണ്ടിനെ ഒന്നിച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിംഗ് ആണ്. കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചാർട്ട് നോക്കിയിരിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. കൃത്യമായിട്ട് കുറച്ച് ടൈം നമുക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് ചാർട്ട് അനാലിസിസും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് കഴിയും. അതിനുശേഷം നല്ല നല്ല എൻട്രി ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ഒരു സമയത്ത് ഓർഡർ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം മതിയാകും. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ചാർട്ട് നോക്കിയിരിക്കേണ്ട യാതൊരു ആവശ്യവും സ്വിംഗ് ട്രേഡിങ്ങിൽ വരുന്നില്ല. സോ നമ്മുടെ ജോലിയോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട് ടൈമായിട്ട് തന്നെ സ്വിംഗ് ട്രേഡ് ചെയ്തുകൊണ്ടും അത്യാവശ്യം നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അല്ലാതെ ഇൻട്രാഡേ ട്രേഡിംഗ് മാത്രം ചെയ്യാൻ, അതായത് ഈ പൈസ മാത്രം കണ്ടുകൊണ്ട് ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കുഴിയിലേക്കായിരിക്കും എടുത്ത് ചാടുന്നത് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് കഴിയും. അതേസമയം ഇത്തരത്തിൽ
ജോലിയോടൊപ്പം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ് സ്വിംഗ് ട്രേഡിംഗ്. സോ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. സോ ആര് ഇൻട്രാഡേ ട്രേഡിംഗ് ചൂസ് ചെയ്യണം, ആര് സ്വിംഗ് ട്രേഡിംഗ് ചൂസ് ചെയ്യണമെന്ന് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാകും. സോ പ്രൊഫഷണൽ ട്രേഡിങ്ങിനെ വളരെയധികം സീരിയസ് ആയിട്ട് ഇതൊരു കരിയറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇൻട്രാഡേ ട്രേഡിങ്ങും ഒരു ജോലിയോടൊപ്പം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ജോലിയുണ്ട്, നിങ്ങൾ പഠനത്തിലാണ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ട്രേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിംഗ് ആണ്. കാരണം നമ്മുടെ കാര്യങ്ങൾ നടക്കും, അതിനോടൊപ്പം ഒരു പാസീവ് ഇൻകവും ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇവിടുത്തെ പോയിന്റ് പാസീവ് ഇൻകം എന്ന് പറയുന്ന ഒരു വേർഡ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട് സ്വിംഗ് ട്രേഡിംഗ്. അതേസമയം ഇൻട്രാഡേ ട്രേഡിംഗ് എടുത്ത് നോക്കുവാണെങ്കിൽ അതൊരു ആക്റ്റീവ് ഇൻകമാണ്. നമ്മുടെ എഫേർട്ടും നമ്മുടെ സാന്നിധ്യവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അതൊരു ആക്റ്റീവ് ഇൻകമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് കഴിയും. അതേസമയം എന്താണ് പാസീവ് ഇൻകം? അതായത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചാർട്ട് നോക്കിയിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ട്രേഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കുറഞ്ഞ സമയം, അതായത് ഒരു 30 മിനിറ്റ് ഡെയിലി നമ്മൾ സ്പെൻഡ് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല നല്ല സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. അതിലൂടെ നല്ല നല്ല ട്രേഡ്സ് നമുക്ക് എടുക്കാനും പാസീവായിട്ടൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ കാര്യവും നടക്കും, അതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാസീവ് ഇൻകവും നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.